അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ക്ലാസ് 5 അഹ്കാമുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ട്, അതിലെ 4ാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. അദ്ദർസു റാബിയ, 4ാമത്തെ പാഠം, തൂമത്തുൽ മസാക്കീൻ. അപ്പോൾ ഈ പാഠത്തിൽ എന്താണ് പഠിക്കുന്നത് അത് നമുക്ക് പാഠം വായിച്ച് മനസ്സിലാക്കാം. പാഠം നോക്കൂ. ഷവ്വാൽ മാസപ്പിറവി ദൃശ്യമായി. തക്ബീർ മുഴങ്ങി. ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ഉപ്പ അങ്ങാടിയിൽ പോയി നല്ല ഇനം അരി വാങ്ങി. ഇത് എൻ്റെയും എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും ഫിത്ർ സക്കാത്താണ്. ഉപ്പ നിയ്യത്ത് ചെയ്തു. അരി സഞ്ചികളിലാക്കി അവകാശികളുടെ വീടുകളിൽ എത്തിക്കാൻ യൂസുഫിനെയും യൂനുസിനെയും ഏൽപ്പിച്ചു. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് അവർ തിരിച്ചു പോകുമ്പോൾ കൊടുത്താൽ പോരെ? യൂസുഫ് ചോദിച്ചു. ഉപ്പ, അത് പോരാ. പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് ഫിത്ർ സക്കാത്ത് നൽകണം. വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയും വേണം. നിസ്കാരം കഴിയും വരെ പിന്തിക്കൽ കറാഹത്തും പെരുന്നാൾ ദിവസം കഴിഞ്ഞ് പിന്തിക്കൽ ഹറാമുമാണ്. യൂനുസ്, എപ്പോഴാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാവുക? ഉപ്പ, ഷവ്വാൽ മാസപ്പിറവി കാണുന്നതോടെ ഫിത്ർ സക്കാത്ത് നിർബന്ധമാകും. യൂസുഫ്, എത്രയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്? ഉപ്പ, ഒരാൾക്ക് വേണ്ടി 1 സാഹ് നൽകണം. യൂനുസ്, 1 സാഹ് എത്രയാണ്? ഉപ്പ, 1 സാഹ് 4 മുദ്ദാണ്. 1 മുദ്ദ് 800 മില്ലി ലിറ്ററാണ്. യൂസുഫ്, ആരാണ് ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്? ഉപ്പ, പെരുന്നാളിൻ്റെ രാത്രിയിലെയും പകലിലെയും ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവയ്ക്കുള്ള പണം കഴിച്ച് മിച്ചമുള്ളവൻ തൻ്റെയും ആശ്രിതരുടെയും ഫിത്ർ സക്കാത്ത് നൽകണം. യൂനുസ്, എന്തിനാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത്? ഉപ്പ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിത്ർ സക്കാത്ത് ഫർലാക്കി. നോമ്പിലുള്ള തെറ്റുകളെയും അനാവശ്യങ്ങളെയും അത് ശുദ്ധീകരിക്കും. അത് പാവങ്ങൾക്കുള്ള ഭക്ഷണമാണ്. ഫിത്ർ സക്കാത്തുമായി യൂസുഫും യൂനുസും അവകാശികളുടെ വീടുകളിലേക്ക് പോയി. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ എന്താ പഠിച്ചത്? ഫിത്ർ സക്കാത്തിനെ കുറിച്ചാണ് പഠിച്ചത്. ഫിത്ർ സക്കാത്ത് ആർക്കാണ് നിർബന്ധമാകുന്നത്? ഫിത്ർ സക്കാത്ത് എത്രയാണ് കൊടുക്കുന്നത്? ഫിത്ർ സക്കാത്ത് എപ്പോഴാണ് കൊടുക്കുന്നത്? ഇതെല്ലാം നമ്മൾ ഈ പാഠത്തിൽ നിന്നും മനസ്സിലാക്കി. ഇനി നമുക്ക് ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. അതിനു മുമ്പ് നോക്കൂ, പാഠത്തിൻ്റെ താഴെ നമുക്കൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിലെന്താണ് എഴുതിയിരിക്കുന്നത്? അതെല്ലാം നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതാണ്. അപ്പം നമുക്കതൊന്ന് നോക്കാം. സക്കാത്തുൽ ഫിത്രി സക്കാത്തുൽ ബദൻ. അതിൻ്റെ അർത്ഥം എന്താണ്? ഫിത്ർ സക്കാത്ത് ശരീരത്തിൻ്റെ സക്കാത്താണ്. ഇനി നമുക്ക് ആ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്ത്, അതിലെ 1ാമത്തെ പ്രവർത്തനം നോക്കൂ. നുജീബ്. അതിൽ 1 സാ എന്നാൽ എത്ര? ഉത്തരം, 4 മുദ്ദാണ് 1 സ്വാ. 1 മുദ്ദ് എന്നത് 800 മില്ലി ലിറ്റർ. അപ്പോൾ 3200 മില്ലി ലിറ്റർ 1 സാഇന് തുല്യമാകും. ഇനി 2ാമത്തെ ചോദ്യം നോക്കൂ. ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നത് ആർക്കാണ്? ഉത്തരം, പെരുന്നാളിൻ്റെ രാത്രിയിലെയും പകലിലെയും ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവയ്ക്കുള്ള പണം കഴിച്ച് മിച്ചമുള്ളവൻ തൻ്റെയും ആശ്രിതരുടെയും ഫിത്ർ സക്കാത്ത് നൽകൽ നിർബന്ധമാകും. 3ാമത്തെ ചോദ്യം നോക്കൂ. ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കിയത് എന്തിന്? ഉത്തരം, നോമ്പിലുള്ള തെറ്റുകളെയും അനാവശ്യങ്ങളെയും ശുദ്ധീകരിക്കാനും പാവങ്ങൾക്കുള്ള ഭക്ഷണമായുമാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കിയത്. ഇനി 4ാമത്തെ ചോദ്യം നോക്കൂ. ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് എപ്പോൾ? ഉത്തരം, പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. ഷവ്വാൽ മാസപ്പിറവി കാണുന്നതോടെ ഇത് നിർബന്ധമാകും. 5ാമത്തെ ചോദ്യം. ഫിത്ർ സക്കാത്ത് നൽകുമ്പോൾ എന്താണ് നിയ്യത്ത് ചെയ്യേണ്ടത്? ഉത്തരം, ഇത് എൻ്റെയും എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും ഫിത്ർ സക്കാത്താണ് എന്നാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. തദ്രീബാത്തിലെ 2ാമത്തെ പ്രവർത്തനം നോക്കൂ. നംലഉൽ ഫറാ, വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. അതിൽ 1ാമത്തെ നോക്കൂ. ഫിത്ർ സക്കാത്ത് പെരുന്നാൾ നിസ്കാരത്തിന് ഡേഷ് നൽകണം. അവിടെ പൂരിപ്പിക്കേണ്ടത് മുമ്പ്. ഫിത്ർ സക്കാത്ത് പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് നൽകണം. 2, ഫിത്ർ സക്കാത്ത് അവകാശികൾക്ക് ഡേഷ് കൊടുക്കണം. അവിടെ എഴുതേണ്ടത് വീടുകളിൽ എത്തിച്ച്. ഫിത്ർ സക്കാത്ത് അവകാശികൾക്ക് വീടുകളിൽ എത്തിച്ചു കൊടുക്കണം. 3, ഫിത്ർ സക്കാത്ത്
പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് പിന്തിക്കൽ ഡേഷ് ആണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് കറാഹത്ത്. ഫിത്ർ സക്കാത്ത് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് പിന്തിക്കൽ കറാഹത്താണ്. നാലാമത്തത് ഫിത്ർ സക്കാത്ത് പെരുന്നാൾ ദിവസം കഴിഞ്ഞ് പിന്തിക്കൽ ഡേഷ് ആണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് ഹറാം. ഫിത്ർ സക്കാത്ത് പെരുന്നാൾ ദിവസം കഴിഞ്ഞ് പിന്തിക്കൽ ഹറാമാണ്. 5. ഷവ്വാൽ മാസപ്പിറവി കാണുന്നതോടെ ഡേഷ് നിർബന്ധമാകും. അവിടെ പൂരിപ്പിക്കേണ്ടത് ഫിത്ർ സക്കാത്ത്. ഷവ്വാൽ മാസപ്പിറവി കാണുന്നതോടെ ഫിത്ർ സക്കാത്ത് നിർബന്ധമാകും. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. മൂന്നാമത്തത് നെക്റവ് വ നെക്തുബ്. താഴെ നമുക്ക് ഈ പാഠത്തിൽ പഠിച്ചിട്ടുള്ള ഒരുപാട് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ അതുപോലെ വായിച്ച് അപ്പുറത്തെ ബോക്സിലേക്ക് എടുത്തെഴുതാനുള്ളതാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അത് അതുപോലെ എടുത്തിട്ട് അപ്പുറത്തെ ബോക്സിൽ എഴുതുക. തെറ്റുകൾ: വലില്ലാഹിൽ ഹംദ്, അനാവശ്യം, സക്കാത്തുൽ ഫിത്ർ, മാസപ്പിറവി, തോമത്തുൽ മസാക്കീൻ, ഏൽപ്പിക്കുക, ഷവ്വാലുൻ, പാർപ്പിടം, ദൃശ്യമായി, കണ്ടു, സാഉൻ, ഒരു അളവ്. അവിടെ ബ്രാക്കറ്റിൽ 3,200 മില്ലി. അടുത്തത് മുദ്ദുൻ, ഒരു അളവ്. അവിടെ ബ്രാക്കറ്റിൽ 800 മില്ലി. അതെല്ലാം അതുപോലെ അപ്പുറത്ത് നിങ്ങൾ നോക്കി എഴുതാനുള്ളതാണ്. തദ്രീബാത്തിലെ 4ാമത്തെ പ്രവർത്തനം നെഹ്സുബ്. എത്ര സക്കാത്ത് കൊടുക്കണം? അതിൽ ഒന്ന് നോക്കൂ. 5 അംഗങ്ങൾക്കുള്ള കുടുംബത്തിന്റെ ഫിത്ർ സക്കാത്ത്. അവിടെ ആ അളവാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഒരാൾക്ക് 1 സാ. അങ്ങനെയാണെങ്കിൽ 5 അംഗങ്ങൾക്ക് 5 സാ. അപ്പോൾ അവിടെ ഉത്തരം എന്താണ്? 5 സാ. അടുത്തത് രണ്ടാമത്തത് നോക്കൂ. 2 ലക്ഷം രൂപയ്ക്ക്, അതായത് 2 ലക്ഷം രൂപയ്ക്ക് നമ്മൾ എത്രയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? അതിന്റെ 2.5%. അപ്പൊ 2 ലക്ഷത്തിന്റെ 2.5% എന്ന് പറയുമ്പോൾ 5000 രൂപ. മൂന്നാമത്തത് നോക്കൂ. 100 ഗ്രാം സ്വർണത്തിന്, അതിന് എത്രയാണ് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടത്? 100 ഗ്രാം സ്വർണത്തിന്റെ വിലയുടെ 2.5%. അപ്പോൾ 100 ഗ്രാം സ്വർണത്തിന് എന്താണ് ഇപ്പോൾ ഉള്ള വില? അതിന്റെ 2.5%. അതാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. ഇനി നാലാമത്തത് നോക്കൂ. 1 കിലോ വെള്ളിക്ക്, 1 കിലോ വെള്ളിയുടെ വിലയുടെ 2.5%. അപ്പോൾ ഇത് നമുക്കൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു റേറ്റ് പറയാൻ കഴിയില്ല. കാരണം സ്വർണം, വെള്ളി ഇതെല്ലാം നമുക്ക് വിലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അതാത് വിലകൾ നമ്മൾ നിർണയിച്ചതിന് ശേഷം അതിന്റെ 2.5%ആണ് നമ്മൾ കാണേണ്ടത്. അഞ്ചാമത്തത് നോക്കൂ. 1 ലക്ഷം രൂപയുടെ ആസ്തിയുള്ള കച്ചവടത്തിന്, അതെന്താണ് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടത്? കച്ചവട സാധനത്തിന്റെ വിലയുടെ 2.5%. അപ്പൊ കൂട്ടുകാർക്ക് ഈ പാഠം മനസ്സിലായല്ലോ. അപ്പൊ ഈ പാഠത്തിൽ എന്താ നമ്മൾ പഠിച്ചത്? അതെല്ലാം കൂട്ടുകാർ നന്നായി മനസ്സിലാക്കി പഠിക്കുക ഇൻഷാ അല്ലാഹ്. അപ്പൊ അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.